ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ നോക്കുമ്പോൾ ഇടയിൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ ഒരു ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണ ഭർത്താവ് വെച്ചു കൊടുത്താൽ അതിന് സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാഷാ അല്ലാഹ്. അതുപോലെ ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ അവരത് ഇബാദത്തിന്റെ പ്രതിഫലമുണ്ട്, അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഭാര്യ ഭർത്തൃ ബന്ധപ്പെടുമ്പോഴും അതിന് പ്രതിഫലമുണ്ടോ? അതേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇനി അന്യസ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതെന്തായി? ഹറാം. ഹറാം ഒഴിവാക്കുമ്പോൾ നിങ്ങൾ എന്തായത് ഭാര്യയോട് എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും അത് ഹലാലല്ല. അപ്പൊ ഹറാമിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് അതിന് പ്രതിഫലം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇത് ഇബാദത്ത് അല്ല പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 5 നേരവും ഇങ്ങനെ ബന്ധപ്പെടണമെന്നല്ല അതിന്റെ ഉദ്ദേശം. ഇബാദത്ത് തന്നെ ചെയ്യണം, 5 നേരം ഇബാദത്ത് ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അനുവദിച്ച കാര്യങ്ങൾ